പാലക്കാട് കോട്ട കണ്ടവർക്കറിയാം അതിൻ്റെ ബലം. ഒരു വിള്ളലോ പോറലോ ഒന്നുമില്ലാത്ത വളരെ ശക്തമായൊരു നിർമ്മിതി. പക്ഷേ പാലക്കാട് മണ്ഡലം അങ്ങനെ ഒരു വലിയ കോട്ടയാണെന്നും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിനെയൊക്കെ തന്നെ മാറ്റിമറിക്കാം. ഇക്കുറി ആര് സ്ഥാനാർത്ഥിയാകും എന്ന് പറയുന്നതിന് മുൻപ് ആര് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കുറവാണെന്ന് പറയാം. നിലവിലെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വീണ്ടും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കുറവാണ്. കാരണം പുറത്തു വന്ന ലൈംഗികാരോപണങ്ങളൊക്കെ തന്നെ രാഹുലിന് അനുകൂലമായൊരു സാഹചര്യമല്ല സൃഷ്ടിക്കുന്നത്. വീണ്ടും പാലക്കാട് രാഹുൽ സ്ഥാനാർത്ഥിയായിരിക്കട്ടെ, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇനിയും വരുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അതൊരു അനുകൂല സാഹചര്യം കോൺഗ്രസിന് ഒരുക്കില്ല. മാത്രവുമല്ല BJP ആയിട്ടാണ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഈ മണ്ഡലത്തിൽ റിസ്ക് എടുക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുലിനെ എങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമെന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. കാരണം പാലക്കാട് വന്ന് കുറച്ച് കാലയളവിനുള്ളിൽ തന്നെ സംഘടനയ്ക്കുള്ളിൽ നല്ല സ്വാധീനം രാഹുൽ നേടിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പല നേതാക്കളും രാഹുലിനൊപ്പമാണ്. KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ ഇപ്പോഴും രാഹുലിനൊപ്പമാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ രാഹുലിനെ മാറ്റി നിർത്താൻ കഴിയും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി കോൺഗ്രസിൽ ഇപ്പോഴും നിൽക്കുന്നു. സ്വാഭാവികമായും പിന്നീട് ഉയരുന്നൊരു ചോദ്യം, രാഹുൽ അല്ലെങ്കിൽ പിന്നെ രാഹുലിൻ്റെ മുൻഗാമിയായ ഷാഫി മത്സരിക്കുമോ എന്നുള്ളതാണ്. ഷാഫി ആണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. രാഹുലിനെ പിന്തുണയ്ക്കുന്നവരൊക്കെ തന്നെ ഷാഫിയെയും പിന്തുണയ്ക്കുന്നവരാണ്. രാഹുലിനേക്കാളും വലിയ സ്വീകാര്യത ഷാഫിക്കുണ്ട്. പക്ഷേ ഷാഫി നിലവിലെ MP ആണ്. നിലവിലെ MP മാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിലെ തീരുമാനം. അതിനി ഷാഫിക്ക് വേണ്ടി മാത്രം ഇളവ് ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ ഷാഫി വീണ്ടും മത്സരിക്കുമോ? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഒരു ഹെവി വെയ്റ്റ് പൊളിറ്റിക്കൽ ഫൈറ്റാണല്ലോ പാലക്കാട് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയും അത്തരത്തിലുള്ള ഹെവി വെയ്റ്റ് കാൻഡിഡേറ്റ് ആയിരിക്കും. കേരളം മുഴുവൻ സ്വീകാര്യതയുള്ള ഒരാൾ തന്നെ വരാനാണ് സാധ്യത. അത്തരത്തിലുള്ള ഒരാളെ ആയിരിക്കും കോൺഗ്രസ് നിർദ്ദേശിക്കുകയും നിർത്തുകയൊക്കെ ചെയ്യുക. ഒരുപക്ഷെ K മുരളീധരനോ അല്ലെങ്കിൽ അതുപോലെ സ്വീകാര്യതയുള്ള മറ്റൊരാളോ ഒക്കെ തന്നെ ഉണ്ടാകും. ഏതായാലും ആരാണെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ആരായാലും തങ്ങൾ വിജയിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പറയുന്നത്. പാലക്കാട് ജില്ലയിൽ മെച്ചപ്പെട്ട വിജയം നിങ്ങളുടെ അന്നും എന്നും എപ്പോഴും പറയാറുണ്ട്. ഇരട്ടി വിജയം ഉണ്ടാവും. ഇരട്ടി വിജയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ഉണ്ടായിട്ടുണ്ട്, പഞ്ചായത്തിലുണ്ടായിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിലുണ്ടായിട്ടുണ്ട്, ബ്ലോക്ക് കമ്മിറ്റിയിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനേക്കാളും വളരെയേറെ മെച്ചപ്പെട്ട വിജയമായിരിക്കും അസംബ്ലിയിൽ ഉണ്ടാവുക. സ്ഥാനാർത്ഥി ആരായാലും രാഹുൽ വിഷയം തങ്ങളും പ്രചാരണായുധമാക്കുമെന്ന് BJPയും പറയുന്നുണ്ട്. തീർച്ചയായും അത് പ്രചരണം ആയുധമാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജനങ്ങളൊന്നും മറന്നിട്ടില്ല. ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വിഷയമാണ് പാലക്കാട് MLAക്കെതിരെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത്. അത് കേരളത്തിലെ നിരവധിയായ പെൺകുട്ടികൾ, സ്ത്രീകളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഈ വിഷയം നിരവധി ദിവസങ്ങൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും എല്ലാം ചർച്ച ചെയ്ത വിഷയമാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.